സർവനാമങ്ങൾ ഒരു പദം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിലുള്ള അഭംഗി ഒഴിവാക്കാൻ ആ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമത്തിന് തുല്യമായ പദമാണ് സർവനാമം. അപ്പോൾ ഒരു പദം തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോഴുള്ള ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ട് ആ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമത്തിന് തുല്യമായിട്ടുള്ള പദങ്ങളെയാണ് സർവനാമങ്ങൾ എന്ന് വിളിക്കുന്നത്. വസ്തുക്കളെ എല്ലാം ചേർത്തോ പ്രത്യേകമായോ കുറിക്കുന്ന നാമപദമാണ് ഇത്. സർവനാമം നാമത്തിന് പകരം നിൽക്കുന്നു. ക്രിയ, ഗുണം, ദ്രവ്യം എന്നിവയൊക്കെ പ്രയോഗിക്കുന്നതിനാൽ എല്ലാത്തിൻ്റെയും നാമമായതുകൊണ്ടാണ് സർവനാമം എന്ന് പറയുന്നത്. സർവനാമത്തിനും നാമമായ നാമം താൻ സർവനാമം എന്നാണ് കേരളപാണിനി സർവനാമത്തെ നിർവചിക്കുന്നത്. ഉദാഹരണം എൻ, നിൻ, ആര്, എന്ത് എന്നിങ്ങനെയെല്ലാം. കേരളപാണിനി സർവനാമത്തെ നാമത്തിൻ്റെ ഉപവിഭാഗമായി കാണുന്നുവെങ്കിൽ പ്രൊഫസർ CL ആൻ്റണി അതിനെ ഒരു സ്വതന്ത്ര പദവിയിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. കൈരളി ശബ്ദാനുശാസനത്തിൽ K. സുകുമാരപിള്ള സർവനാമത്തെ ഒരു പ്രത്യേക പദവിഭാഗമായി കണക്കാക്കാമെന്ന് പറയുന്നുണ്ട്. സർവനാമത്തെ ഓരോ ഭാഷയിലെയും മൗലിക സമ്പത്തായി കണക്കാക്കാം. നാമത്തിന് ലിംഗ, വചന, വിഭക്തി ഭേദങ്ങളുള്ളതുപോലെ സർവനാമത്തിനും ലിംഗ, വചന, വിഭക്തി ഭേദങ്ങളുണ്ട്. 13 സർവനാമങ്ങളാണ് ഭാഷയിൽ പ്രയോഗത്തിലുള്ളതായി കണക്കാക്കിയിട്ടുള്ളത്. ഉത്തമ പുരുഷ സർവനാമം സംസാരിക്കുന്ന ആൾ തന്നെ കുറിക്കാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണം ഞാൻ, ഞങ്ങൾ. മധ്യമ പുരുഷ സർവനാമം ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയെ കുറിക്കുന്നു. നീ, നിങ്ങൾ. പ്രഥമ പുരുഷ സർവനാമം പറയുന്ന ആളിനെയും കേൾക്കുന്ന ആളിനെയും അല്ലാതെ മൂന്നാമതൊരു ആളിനെയോ വസ്തുവിനെയോ കുറിക്കുന്നതാണ് പ്രഥമ പുരുഷ സർവനാമം. അവൻ, അവർ, അദ്ദേഹം, അത് എന്നിങ്ങനെയെല്ലാം. വിവേചക സർവനാമം ചുട്ടെഴുത്തുകളാണ് വിവേചക സർവനാമങ്ങൾ. വ്യാക്ഷേപക സർവനാമം സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ പോലെ വ്യാക്ഷേപക സർവനാമം മലയാളത്തിൽ പ്രയോഗിക്കാറില്ല. അത്യാവശ്യം വിവർത്തനത്തിലും മറ്റും അത് പ്രയോഗിക്കാറുണ്ട്. ചോദ്യ സർവനാമം ഒരു ചോദ്യത്തിന് പകരം നിൽക്കുന്ന സർവനാമമാണിത്. ആര്, എന്ത്, ഏത് എന്നിങ്ങനെ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.